ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് യാമിനിയും അതുപോലെ ശാരിയും തമ്മിൽ നല്ല വഴക്ക് നടക്കുകയാണ്. വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ മതിയോ എന്നൊക്കെ ശാരി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ വീട്ടിലെ വേലക്കാരി ആകണോ മുതലാളി ആകണോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കേണ്ടത്, വലിഞ്ഞു കയറി വന്നവൾ അഭിപ്രായം പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ശാരിക്ക് നല്ല ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ് യാമിനി. അവസാനം ഒരു രക്ഷയില്ല. പറഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും നീ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതും എന്നും ഒക്കെ എനിക്കറിയാമെന്നും പറഞ്ഞ് യാമിനി ശാരിയെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കിനും നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പോയി നിന്റെ രൂപമേടത്തോട് പറയടി, പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കാനില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ ചന്ദ്രഹാസം മുഴക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ യാമിനി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ശാരിയുടെ മുഖത്തടിച്ചതുപോലെ പറയുക. നീ ഇത്രയും വലിയ കാര്യത്തിന് കൊണ്ടു നടക്കുന്ന നിന്റെ മരുമോനുണ്ടല്ലോ, അവൻ ഭൂലോക ഫ്രോഡാണ് എന്നുള്ള കാര്യം നീ ഇന്നല്ലേ നാളെ മനസ്സിലാക്കും. ആ സമയം നിന്റെ ഭർത്താവിന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് പോലെ നീയും ഭ്രാന്ത് പിടിച്ചലയും. നീ മാത്രമല്ല, നിന്റെ മകളും ഭ്രാന്ത് പിടിച്ചലയും. എൻ്റെ കിരണും കല്യാണിയും അതുപോലെ തന്നെ എൻ്റെ രൂപാമേടവും സേനൻ സാറും ഒക്കെ ഇത്രയും കാലമൊക്കെ വിഷമിച്ചത് അതൊക്കെ അവരുടെ സങ്കടങ്ങളൊക്കെ മാറുകയാണ്. പിന്നെ നിന്നെ പോലെയുള്ള കുറച്ച് കീടനാശിനികൾ ഈ വീട്ടിൽ കയറി കളിക്കുന്നുണ്ട്. അത് ഈ യാമിനി വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് യാമിനി സകല കാര്യങ്ങളും ശാരിയോട് പറയുമ്പം ശാരിയാണെങ്കിലോ വന്ന് വേലക്കാരി വരെ ഇപ്പം എന്നെ തല്ലി തുടങ്ങി, ഇതൊക്കെ ഞാൻ അവസാനിപ്പിക്കാം, രൂപയോടും സേനനോടും ഞാൻ ഇതൊക്കെ പറയാമെന്നും പറഞ്ഞ് അങ്ങ് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നീ ആരോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ സ്വഭാവം, നീ എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നും ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാടി. നീ രൂപയുടെയും സേനന്റെയും രഹസ്യമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ എന്ന് ചോദിച്ച് യാമിനി തൻ്റെ വായിൽ വന്ന കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറയുകയാണ്. അവസാനം ഇവളോട് താൻ മുട്ടി നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഇവളോട് ജയിക്കാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ശാരിയാണെങ്കിലും നീ അനുഭവിക്കും, ഞാനല്ലടി അനുഭവിക്കാൻ പോകുന്നത്, നീ തന്നെയാണ് എന്നും പറഞ്ഞ് യാമിനിയുടെ പണി നോക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലും നമ്മളെ കാണിക്കുന്നത് കിരണും കല്യാണിയും അതുപോലെ ദീപയും ഒക്കെ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ദീപയാണെങ്കിലോ കിരണിന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ അവിടെ ശാരി വന്ന് നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടായിരിക്കും, അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യണം, അച്ഛനോടും അമ്മയോടും പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. മിക്കവാറും ആ വീട്ടിലെ രഹസ്യങ്ങളൊക്കെ ബഗാസുരന് ചോർത്തിക്കൊടുക്കാൻ തന്നെ ആയിരിക്കും ശാരി അവിടെ വന്ന് നിൽക്കുന്നതെന്ന് ദീപ പറഞ്ഞതും കല്യാണിയും അതിനോട് യോജിക്കുകയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് കിരണേട്ടാ തോന്നുന്നത്, ഞാനും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാ. അല്ലെങ്കിൽ ഇത്രയും കാലം ഇവരിങ്ങനെയൊക്കെ ഇവിടെ താമസിച്ചിട്ട് ഇപ്പൊ ഇല്ലാത്ത എന്ത് പ്രശ്നം അവർക്കിപ്പോൾ ഉള്ളത്, അതുകൊണ്ട് തന്നെ എനിക്കും ആ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ കിരണാണെങ്കിലും അമ്മയും അച്ഛനും ഒക്കെ ആന്റി അങ്ങ് വിശ്വസിച്ചിട്ടൊന്നും അല്ലടി അവിടെ നിർത്തിയിരിക്കുന്നത്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് കിരൺ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിരണിനെ നമ്മുടെ രൂപയുടെ കോള് വരികയാണ്. അപ്പൊ രൂപ വിളിക്കുന്നതേ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അമ്മയാണല്ലോ വിളിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ദേ മോനെ നീ ആ TV ഒന്ന് വെച്ച് അവരിലൊരു വിശേഷം കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് രൂപ പെട്ടെന്ന് ഫോൺ ചെയ്തു. എന്താ കിരണേട്ടാ, എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിച്ച് കല്യാണി വിവരങ്ങൾ തിരക്കുമ്പോൾ നീ ആ ന്യൂസ് ചാനലൊന്ന് വെച്ച് അതിലെന്തോ ഒരു വിശേഷം ഉണ്ടെന്നാ അമ്മ പറഞ്ഞത്. അങ്ങനെ കല്യാണിയും കിരണും TV വെച്ച് കാണുന്ന ആ ഒരു സമയത്ത് കല്യാണിയെ തേടി ഒരു ഇന്റർനാഷണൽ പുരസ്കാരം വരികയാണ്. അത് വന്നത് അറിയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കിരണാണെങ്കിലോ കല്യാണിയെ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുക. കല്യാണി ദേ നീ ഇത്രയും കാലം നേടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു പുരസ്കാരമാണ്, ഇനി ഞാൻ അറിയപ്പെടാൻ പോകുന്നത് കല്യാണിയുടെ ഭർത്താവാണ് എന്നുള്ള പേരിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കിരൺ സന്തോഷിക്കുന്ന ആ ഒരു സമയത്താണെങ്കിൽ കിരണേട്ടാ എനിക്കെന്നും എൻ്റെ കിരണേട്ടൻ്റെ ഭാര്യയായിട്ട് കിരണേട്ടൻ്റെ തണലിൽ ജീവിക്കാനാണ് ഇഷ്ടം, പിന്നെ ഇത്തരത്തിലുള്ളൊരു പുരസ്കാരം ലഭിച്ചപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപയും പോയി നമ്മുടെ കല്യാണിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ആ മേഘനയാണെങ്കിൽ കൺഗ്രാറ്റ്സും ഒക്കെ പറഞ്ഞു. അങ്ങനെ അവരവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി കല്യാണിയെ വിളിക്കുകയാണ്. കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പൊ കല്യാണിയോട് കിരൺ ചോദിക്കുന്നുണ്ട്, ആരാ വിളിച്ചത്? മന്ത്രിയാ കിരണേട്ടാ, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, നമുക്കിത് വീട്ടിൽ പോയെന്ന് ആഘോഷിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണ്, കേക്ക് വരെ വാങ്ങി മുറിച്ചാലോ എന്നൊക്കെ കിരൺ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുക. അങ്ങനെ അവരിതാ നേരെ നമ്മുടെ രൂപയുടെയും സേനന്റെയും വീട്ടിലേക്ക് പോകുന്നത് കാണിക്കുന്ന സമയത്ത്
വാർത്തയൊക്കെ അറിഞ്ഞ് ചങ്ക് തകർന്നു നമ്മുടെ സരയു ഇരിക്കുകയാണ്. സരയു ന്യൂസ് ചാനൽ കണ്ടതും TV അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യത്തിൽ അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ രാഹുൽ വരിക. രാഹുലിനെ കണ്ടതും കണ്ടില്ലേ, ആ കല്യാണി അവൾ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ, ദേ ആ ന്യൂസ് ചാനലിൽ കാണിക്കുന്നത് കല്യാണിക്ക് അന്തർദേശീയ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അവൾ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ ഞാനാണെങ്കിലോ അവളെ എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ ഇവിടെ നീറി കഴിയുക. എനിക്ക് മേലെ ആ കല്യാണിയുടെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് രാഹുലിന്റെ അടുത്ത് മകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ആൾക്കാരെ തിരിച്ചറിയാനുള്ള ബോധമില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് രാഹുൽ സരയുവിനെ കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അച്ഛൻ കുറച്ചു ദിവസം ആശുപത്രി കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ വട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകുമെന്ന്. ഇത് തീർന്നിട്ടില്ല എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. പറഞ്ഞു വരുന്നത് എൻ്റെ മനുവേട്ടനെ കുറിച്ച് കുറ്റം പറയാനല്ലേ, അതുകൊണ്ട് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അച്ഛൻ്റെ പാട് നോക്ക്, ദേ മനുവേട്ടൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് സരയു അങ്ങ് നോക്കുന്ന ആ ഒരു സമയത്ത് മനു അങ്ങോട്ട് വരികയാണ്. എന്താണ് ഇവിടെ അച്ഛനും മകളും കൂടി ഒരു ബഹളം എന്ന് ചോദിക്കുമ്പം മനുവേട്ടാ, ദേ കല്യാണിക്ക് ഇന്റർനാഷണൽ പുരസ്കാരം കിട്ടി, അതും പെയിന്റിങ്ങിന്. ആ കാട്ടുതൊഴുത്തിൽ ജീവിച്ച അവള് ദാ ഇപ്പം വലിയ അന്തസ്സും അതുപോലെ പദവിയും ഒക്കെ വഹിക്കാൻ പോകുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ്റെ ഒരു വക വർത്താനമെന്നും പറഞ്ഞ് സരയു ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുമ്പോൾ മോളൊന്നുകൊണ്ട് ഓർത്ത് വിഷമിക്കേണ്ട, മോൾക്ക് ഈ മനുവേട്ടനില്ലേ എന്ന് പറയുമ്പോൾ അത് തന്നെയാ ഞാനും ഇവിടെ പറഞ്ഞത്. മനോഹറിനെ കല്യാണം കഴിച്ചതോടുകൂടി സരയുവിന്റെ വര അങ്ങ് തെളിഞ്ഞു എന്ന്. അപ്പം ഇത് കേട്ടതും മനോഹറിന് പിടികിട്ടി രാഹുൽ ഒന്ന് കുത്തിപ്പറഞ്ഞതാണെന്ന്. സരയു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താടോ അമ്മായിയപ്പ, തനിക്ക് കിട്ടിയതൊന്നും പോരെ, തനിക്ക് ഇനിയും ഭ്രാന്താശുപത്രി പോണോന്ന് ചോദിക്കുമ്പോൾ പോകൂടാ, ഞാൻ ഇനി പോകുന്നതേ ഭ്രാന്താശുപത്രിയിലേക്കല്ല ജയിലിലേക്കായിരിക്കും, അതും നിന്നെ കൊന്നിട്ടായിരിക്കും എന്നും പറഞ്ഞ് രാഹുൽ ഇങ്ങനെ മനോഹറിന്റെ നേരെ ദേഷ്യപ്പെടുമ്പം താൻ അങ്ങനെ ചെയ്തോ, താൻ അങ്ങനെ ചെയ്യുമെന്നും ഒക്കെ എനിക്കറിയാം. താനെ പേടിക്കുന്ന ഒരാളുണ്ടല്ലോ താര, ആ താര വന്ന് ഇവള് സരയു അവരുടെ മകളാണെന്ന് പറഞ്ഞാൽ പോലും അവള് വിശ്വസിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയും മകളും തന്നെ കൊല്ലാനുള്ള കാര്യങ്ങൾ വരെ ചെയ്യും. ഞാൻ പറഞ്ഞാൽ മാത്രമേ താരയുടെ മകളാണ് സരയു എന്നുള്ള കാര്യം സരയു പോലും വിശ്വസിക്കുകയുള്ളൂ. ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അതുകൊണ്ട് അമ്മായിയപ്പൻ മര്യാദക്ക് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ തനിക്ക് കൊള്ളാം. ഞാനൊരു വിരുന്നുകാരൻ മാത്രമാണ്, എനിക്ക് അധിക കാലമൊന്നും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലും നല്ലൊരു ബന്ധമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോവും, അല്ലാതെ തൻ്റെ മകളെയും ചുമന്നുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് തന്നെ മനോഹർ ഇങ്ങനെ പറയുന്ന ആ ഒരു സമയം രാഹുലിന് കലി അടക്കാനേ പറ്റുന്നില്ല. പിന്നീടാണെങ്കിലോ കിരണും അതുപോലെ നമ്മുടെ കല്യാണിയും കൂടി രൂപയുടെയും സേനന്റെയും വീട്ടിലെത്തുകയാണ്. അവരെ കണ്ട പാടെ തന്നെ സേനനും രൂപയും കൂടിയാണെങ്കിലോ എൻ്റെ കല്യാണി മോളുടെ കാര്യം ഇപ്പൊ പറഞ്ഞ് നാവ് വായിൽ ഇട്ടതേ ഉള്ളൂ. എൻ്റെ മോളെ, നീ ഇത്ര കണ്ട് നേട്ടമൊക്കെ നേടിയല്ലോ. എന്തായാലും എൻ്റെ മോള് ആ തൊഴുത്തിൽ പടം വരച്ചതും അതുപോലെ അവിടെ അത്രയധികം കഷ്ടപ്പെട്ട് ജീവിച്ചതിനും ഒക്കെ ഒരു പരിഹാരമായല്ലോ. മോൾക്ക് അന്തർദേശീയ തലത്തിലാണല്ലോ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അത് അമ്മയ്ക്കും അച്ഛനും വലിയ സന്തോഷമായി. കിരണെ, ഇങ്ങനെയൊന്നും ആഘോഷിച്ച പോരാട്ടോ, നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ പറയുമ്പം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് സാരി അവിടെ അങ്ങനെ നിൽക്കുന്ന കാര്യം അത് കിരൺ കാണുകയാണ്. ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയമുണ്ട്. മോനെ, നീ എന്നെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ എനിക്കതിലൊരു ഇഷ്ടക്കേടും ഇല്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങളുടെ മകള് വിവരങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം അവൾ അറിഞ്ഞു. അവൾക്ക് കല്യാണിക്ക് ഇങ്ങനെയുള്ള ഒരു അംഗീകാരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമായി. അവളും പറഞ്ഞു, നല്ല കാര്യമാണമ്മേ, കിരണേട്ടന്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞെന്ന് പറയുക. പെട്ടെന്ന് തന്നെ നമ്മുടെ യാമിനി ആണെങ്കിലോ അത് ശരിയായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. എടി ചാരി, നിന്റെ സ്വഭാവം ഒന്നും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഇത് കണ്ട രൂപേ ഇവള് ഒരു ബഹുമാനം ഇല്ലാതെ എന്നോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞതും സേനം പറയുന്നുണ്ട്, തരേണ്ട ബഹുമാനവും അതുപോലെ പരിഗണനവും ഒക്കെ യാമിനി നിനക്ക് തരുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, ഇതൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ കഴിയാമെങ്കിൽ കഴിഞ്ഞാൽ മതി, അല്ലേ ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ സേനൻ ഇങ്ങനെ പറഞ്ഞതും ശാരിയാണെങ്കിലോ അവിടെ പോയി ആ ഭ്രാന്തന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദമാണ് ഇവിടെ ഇവളെ സഹിക്കുന്നത്. സാരമില്ല, ഞാൻ സഹിച്ചോളാന്നും പറഞ്ഞ് ആ പുള്ളിക്കാരി വലിയ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുക. പക്ഷെ രൂപയെ അതുപോലെ സേനനും ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശാരിയുടെ മുഖത്ത് സകല ദേഷ്യവും പ്രകടമാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, ദേ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഭാര്യ. അപ്പം ഉടനെ തന്നെ കല്യാണി പറയുന്നുണ്ട്, അങ്ങനെയല്ല കിരണേട്ട പറയേണ്ടത്, ഏതൊരു പുരുഷന്റെ
വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്നൊക്കെ പറയാറില്ലേ, ഇവിടെ ആ കാര്യം നേരെ തിരിച്ച. എൻ്റെ വിജയത്തിന് പിന്നിലുള്ളത് എൻ്റെ കിരണേട്ടനാണ് എന്നും പറഞ്ഞ് കിരണിനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയം ശാരി ആണെങ്കിൽ ഇവരെ അറക്കാനുള്ള ദേഷ്യത്തിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പായസം ഉണ്ടാക്കാൻ മോളെ എന്നും പറഞ്ഞ് ശാരി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പം യാമിനി അവളെ അവിടെ പിടിച്ചു നിർത്തുക. നീ ഉണ്ടാക്കിയ പായസമൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കണ്ട, എനിക്കറിയാം പായസം ഉണ്ടാക്കാൻ. മോളെ പായസം മാത്രം പോരാ, നല്ല ഒന്നാം തരം ഒരു കേക്കും കൂടി കട്ട് ചെയ്യണം. ഈ സന്തോഷമൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കേണ്ടത്. അപ്പം എന്തായാലും ചെയ്തോ, ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് കിരണും കല്യാണി അവിടെ നിൽക്കുന്ന സമയം മോനെ ഓഫീസിൽ ഹരിയേട്ടനും ടീമും ഒക്കെ വെയിറ്റ് ചെയ്യുക, ഇവിടുത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓഫീസിൽ പോയി ആഘോഷിക്കാൻ എന്നും പറഞ്ഞ് സേനൻ മക്കളോട് ഇങ്ങനെ പറയുകയാണ്. ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സരയുനെയാണ്. സരയു ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലും നിരാശയിലും ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശാരിയുടെ കോള് വരിക. ശാരിയുടെ വിളി വന്നതും അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഈ വിളിക്കുന്നത്? അവള് ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറത്തെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മോളെ നീ സമാധാനപ്പെട്, അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് പറയാനുള്ളത് ഇവിടെ രൂപയും അതുപോലെ സേനനും ഒക്കെ തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയാണ്. നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഇവര് നിന്റെ അച്ഛനെ പറ്റിക്കുകയാണോ എന്ന് തന്നെയാ അമ്മയുടെ ഇപ്പോഴത്തെ സംശയം. അമ്മ അവിടെ തന്നെ നിൽക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മ സത്യങ്ങൾ കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. നമ്മുടെ അച്ഛൻ ഒന്ന് ജയിലിൽ പോയാലും ഇനിയിപ്പം നമുക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് സങ്കടമൊന്നും വരാനില്ലല്ലോ. ഭ്രാന്താശുപത്രി കിടക്കുന്നതിലും ഭേദമാണ് രൂപാന്റിയെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് എന്നും പറഞ്ഞ് സരയു ഇങ്ങനെ അച്ഛനെ കൊലയാളിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ ശരിയാണെങ്കിലോ അത് തന്നെയാ മോളെ അമ്മയും ആഗ്രഹിക്കുന്നത്. രൂപ അച്ഛനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രൂപയും സേനനും തമ്മിൽ പിരിയണം. അതിന് നമ്മൾ തന്നെ ആയിരിക്കണം കാരണക്കാരാവേണ്ടത് എന്നും പറഞ്ഞ് അവർ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എന്തായാലും ശാരിക്കൊന്നും അതുപോലെ തന്നെ സരയിനും ഒന്നും കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നു. ഇനി ഇവർ കിട്ടി തന്നെ ഇരിക്കും. അതുപോലെ ബഗാസുരൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാനുള്ള ഒരു പ്ലാനും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ബക്രീദ് ദിന ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്